ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാലത്തുള്ള സഹോദരിമാർ, അവരെ സംബന്ധിച്ച് ഹദീസിൽ പറയുന്നു, നോക്കൂ നിങ്ങൾ, ജിഹാദുൽ മർഅത്തി ഹുസ്നുത് തബഉലി, ജിഹാദുൽ മർഅത്തി ഒരു പെണ്ണിന്റെ ജിഹാദ്, ഹുസ്നുത് തബഉലി ഏറ്റവും നല്ല ഭർത്താവിനോടുള്ള പെരുമാറ്റ രീതിയാണ്. ഭർത്താവിനോട് കളിയും ചിരിയും തമാശയുമായി ഭർത്താവിന്റെ മനസ്സ് സന്തോഷിപ്പിച്ച് അവനെ പൊട്ടിച്ചിരിപ്പിച്ച് ഭർത്താവിനോട് പെരുമാറുന്ന രീതിയാണ് ഒരു പെണ്ണിന്റെ ജിഹാദ്. തബഉൽ എന്ന് പറഞ്ഞാൽ മുലാഅബത്തു സൗജത്തി സൗജഹാ, ഒരു ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യുന്നോ അതൊക്കെ ഏത് പരിധിയിൽ വരും? തബഉൽ എന്ന പരിധിയിൽ വരും. ആ തബഉലാണ് ഒരു പെണ്ണിന്റെ ജിഹാദ്. ഭർത്താവിന്റെ മനസ്സടങ്ങാറാക്കരുത്, ഓന്റെ മനസ്സ് സ്വസ്ഥമായിരിക്കണം, എങ്കിലേ കുടുംബത്തിന് സമാധാനം ഉണ്ടാവുള്ളൂ. കുടുംബനാഥന്റെ മനസ്സ് തകരാറായി പോയാൽ, അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയാൽ ആ കുടുംബം സമാധാനമില്ലാത്ത അന്തരീക്ഷത്തിലേക്ക് നീങ്ങും. കുടുംബത്തിൽ കുഴപ്പങ്ങളുണ്ടാവും, തൊട്ടതിനെല്ലാം കുറ്റം പറയും. ഭർത്താവിന്റെ മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ, അസ്വസ്ഥനായി ഭർത്താവിനെ കാണാൻ നീ കാരണക്കാരിയായാൽ, അസ്വസ്ഥമായ മനസ്സോടുകൂടെ വരുന്ന ഭർത്താവ് എല്ലാത്തിലും കുറ്റം കാണും, ഒന്നിലും ഗുണം കാണും. തൊട്ടതിനൊക്കെ കുറ്റമായിരിക്കും. കറി കൊണ്ടുപോയെടുത്താൽ കറിക്ക് കുറ്റം, പായസം കൊണ്ടേ കൊടുത്താൽ പായസത്തിന് കുറ്റം, എന്തിനും കുറ്റമായിരിക്കും. എന്നാ ഇതിന് അല്ല സത്യത്തിൽ കുറ്റം. നിന്റെ പെരുമാറ്റ രീതിയിലുള്ള മോശമായ പെരുമാറ്റമാണ് ഈ കുറ്റം പറയാൻ സത്യത്തിൽ അയാളെ പ്രേരിപ്പിക്കുന്നത്. അത് തിരിച്ചറിയാൻ കഴിയണം. നമ്മൾ പറയും, ഞാൻ എന്തു ചെയ്താലും നിങ്ങൾ കുറ്റല്ലേ പറയുള്ളൂ. ഒരു നല്ലത് ഇതുവരെ പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഈ കുറ്റം പറയാനുള്ള കാരണം എന്താണ്? നമ്മളോടുള്ള ഇഷ്ടക്കുറവ് വരുമ്പോഴാണ് കുറ്റങ്ങൾ ഉണ്ടാവുന്നത്. ഒരാളോട് അധികമായ മഹബത്തുണ്ടെങ്കിൽ, ഒരാളുടെ സ്നേഹം ശക്തമാണെങ്കിൽ കുറ്റങ്ങളും കുറവുകളും കാണുകയില്ല, നന്മകൾ മാത്രമേ കാണുകയുള്ളൂ. ഇഷ്ടക്കുറവ് വരുമ്പോഴാണ് കുറ്റങ്ങൾ ഇങ്ങനെ കണ്ടുപിടിച്ച് തോണ്ടി പുറത്തിടുക. അല്ലേ? നമുക്കൊരാളുടെ വെറുപ്പുണ്ടെങ്കിൽ അയാളുടെ കുറ്റങ്ങൾ എത്രത്തോളം പറയാൻ പറ്റുമോ അത്രയും നമ്മൾ മാന്തി പുറത്തിടും. ഇഷ്ടമുണ്ടെങ്കിലോ നമ്മൾ ന്യായീകരിക്കും. അതല്ലേ പൊതു സ്വഭാവം. ദാമ്പത്യത്തിലും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹോദരിമാര് നോക്കൂ, ഭർത്താക്കന്മാർക്കുള്ള സേവനം, ഭർത്താക്കന്മാരെ മനം കുളിർപ്പിക്കുന്ന പെരുമാറ്റം, അതിന് വലിയ ഭൂമി അട്ടിമറിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തിയൊന്നും ചെയ്യണ്ട. ഈ സ്നേഹം ഉണ്ടാക്കാൻ ചെറിയ 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 ചൊട്ടുവിദ്യകളെ വേണ്ട. ഭയങ്കര സ്നേഹം. വലിയ പ്രവൃത്തി ചിലപ്പം ഭാര്യമാര് ചെയ്യുന്നുണ്ടാവും. ഏതാ വലിയ പ്രവൃത്തി? വലിയ വീടാണ് എല്ലാവർക്കും ഉണ്ടാകും, 1 or 2 നിലയുള്ള വീട്. ആ വീടുകളൊക്കെ തുടച്ച് മിനുക്കി 4 or 5 ബാത്റൂമുകൾ ഉണ്ടാവും. അതൊക്കെ കഴുകി വൃത്തിയാക്കി, ബെഡ്റൂമിലുള്ള ബാത്റൂമൊക്കെ ദിവസം കഴുകാനാ പറ്റൂലല്ലോ. ഇതെല്ലാം കുമ്പിട്ട് നിന്ന് കുനിഞ്ഞു നിന്ന് ഉരച്ച് കഴുകി വൃത്തിയാക്കി, പാത്രം കഴുകി, ഡ്രസ്സലക്കി, ഇസ്ത്രിയിട്ട്, ഒരുപാട് പണി ഈ സാധുക്കൾ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഇതൊന്നും ഭർത്താവിന്റെ മനസ്സിൽ സ്ഥാനം ഉണ്ടാവില്ല. ഇതൊക്കെ അവള് ചെയ്യുന്ന പണിയാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഭർത്താവിന്റെ മനസ്സിനെ ആകർഷിക്കുന്ന ചില വിദ്യകൾ നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹിന്റെ കാലത്തുള്ള സഹോദരിമാർ, കാനത്തിൽ മർഅതു അലാ അഹദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ കാലത്ത് പെണ്ണുങ്ങളായിരുന്നു തസ്തഖ്ബിലു സൗജഹാ, ഭർത്താവിനെ സ്വീകരിക്കുമായിരുന്നു. ഇദാ ദഖല, കടന്നു വരുമ്പോൾ ഭർത്താവ് കയറി വരുന്ന സമയം കാത്തിരിക്കും, അണിഞ്ഞൊരുങ്ങി കുളിച്ച് വൃത്തിയായി ഇങ്ങനെ നിൽക്കും. എന്തിന്? ഭർത്താവിനെ സ്വീകരിക്കാൻ കാത്തിരിക്കും, എന്നും കാത്തിരിക്കും. നമ്മളെ പെണ്ണുങ്ങളും കാത്തിരിക്കും, ഗൾഫിൽ നിന്ന് വരണം 3 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ എയർപോർട്ടിൽ തന്നെയാണ് വരും, ബൈക്കൊക്കെ തന്നെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി. ഇതല്ല, എന്ന് വരികയാണെങ്കിലും വീട്ടിലേക്ക് വരുമ്പം ഭർത്താവിനെ സ്വീകരിക്കുക. പ്രത്യേകിച്ച് നിങ്ങളെ നാട്ടിലെ സംസ്കാര പ്രകാരമൊക്കെ പ്രത്യേകിച്ചു. ഇതാ കാരണം, ഭർത്താക്കന്മാർ നിങ്ങളെ വീട്ടിലേക്ക് വരിക, നിങ്ങളെ വീട്ടിലേക്ക് വരുന്ന അതിഥികളും കൂടിയാണ് അവർ. നിങ്ങൾ തന്നെ പോയി സ്വീകരിക്കണം. സ്വീകരിക്കുമെന്ന് മാത്രമല്ല, മർഹബം ബി സയ്യിദി, എന്റെ പ്രിയപ്പെട്ട സയ്യിദേ നിങ്ങൾക്ക് സ്വാഗതം എന്ന് ഭർത്താവിന് വെൽക്കം, സ്വാഗതം അരുളും. സയ്യിദ്, യജമാനൻ എന്നായിരുന്നു അറബികൾ വിളിച്ചിരുന്നത് ഭർത്താക്കന്മാരെ. സയ്യിദ് അങ്ങേയറ്റത്തെ ആദരവുള്ള പദത്തിൽ ഭർത്താവിനെ വിളിക്കുമായിരുന്നു. കഴിഞ്ഞില്ലാവ തക്സിദില അഖദരിതായി, ഭർത്താവിന്റെ തലയിലുള്ള തട്ടം എടുത്തുമാറ്റാൻ ഭാര്യ സഹായിച്ചു കൊടുക്കും. ഭർത്താവിന്റെ ചെരുപ്പ് ഊരിക്കൊടുക്കാൻ സഹായിക്കും. ഭർത്താവിന്റെ ഷൂ അഴിച്ചു കൊടുക്കുക, ചെരുപ്പൂരി കൊടുക്കുക, തലേന്ന് തട്ടം നീക്കിക്കൊടുക്കുക, ബട്ടൺസ് അയച്ചു കൊടുക്കുക, തുടങ്ങിയിട്ടുള്ള ചെറിയ ചെറിയ ഖിദ്മത്തുകൾ, അത് മനസ്സിനെ ആകർഷിപ്പിക്കുന്ന പ്രവർത്തി. ആയിഷ റളിയല്ലാഹു തആല എന്നെ പറയാണ്, റസൂലുള്ളാഹിക്ക് സുഗന്ധം പൂശിക്കൊടുക്കൽ ഞാനാണ്. റസൂലുള്ള പുറത്തിറങ്ങുമ്പോൾ എന്റെ കയ്യിൽ അത്തറാക്കി റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ ഞാൻ പുരട്ടിക്കൊടുക്കുമ്പോ ഉറജ്ജിലു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ മുടി ചീകിക്കൊടുക്കൽ ഞാനാണ്. ബീവി ആയിഷ പറയാണ്, എന്റെ വീട്ടിൽ നബി ഉണ്ടാകുമ്പോ റസൂലുള്ളാഹിന്റെ മുടി ചീകിക്കൊടുക്കും, റസൂലുള്ളാഹിക്ക് അത്തർ പൂശിക്കൊടുക്കും. എന്തൊരു സ്നേഹം!
ഇതുപോലെ നമ്മൾ നഴ്സറി കുട്ടികളെ പറഞ്ഞേക്കുമ്പോൾ അങ്ങനെ ചെയ്യല്. നഴ്സറി പോകുമ്പോ സുഗന്ധൊക്കെ പൂശി സ്പ്രേ ഒക്കെ അടിച്ച് മുടിയൊക്കെ ചീകിക്കൊടുത്തു. ആയിഷ ബിബി റസൂലുള്ളാഹി പറഞ്ഞാൽ തീരൂല നല്ല ഭാര്യ, പക്ഷെ നല്ല ഭർത്താവ് എന്ന് പറയുന്ന ഒരു വിഷയം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. അതുകൊണ്ട് ആ ഭാഗം തൽക്കാലം ഞാൻ ചുരുക്കുകയാണ്. ഭർത്താവിനുള്ള ഖിദ്മത്ത്, ഭർത്താവിന്റെ മുഖം സന്തോഷിപ്പിക്കുന്ന രൂപത്തിൽ, മനസ്സ് കുളിർപ്പിക്കുന്ന രൂപത്തിലുള്ള പെരുമാറ്റം, ഏറ്റവും പ്രധാനമായ അനുസരണം, ഇതൊക്കെയാണ് ഒരു ഭാര്യ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങൾ നോക്കൂ, ഒന്ന് രണ്ട് കാര്യങ്ങൾ ഭർത്താക്കന്മാരെ സംബന്ധിച്ച് പറയാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നല്ല ഭർത്താവിനെ സംബന്ധിച്ച് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആരാ നല്ല ഭർത്താവ്? നല്ല ഭർത്താവ് ആരാണ്? വആശിറൂഹുന്ന ബിൽ മഅറൂഫ് ഫഇൻ കരിഹ്തുമൂഹുൻ, ഖുർആനായത്താണ്. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഭാര്യമാരോട് സ്നേഹസമ്പൂർണമായ പെരുമാറ്റം നടത്തണം, ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറണം. ഫഇൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി. ഖുർആൻ പറയുന്ന ശൈലിയോക്ക്, വെറുത്താലും ശരി നല്ല നിലയ്ക്ക് പെരുമാറാവൂ. കാരണം സ്ത്രീകളെ ഭാഗത്തുനിന്ന് നമ്മളെ വെറുപ്പിക്കുന്നതൊക്കെ പലപ്പോഴും ഉണ്ടാവും. സ്ത്രീകളെ സ്വഭാവം അങ്ങനെയാണ്. ഭർത്താക്കന്മാരെ വെറുപ്പിക്കുന്നത് പലതും എത്ര തന്നെ പെണ്ണുങ്ങൾ ശ്രദ്ധിച്ചാലും അവരെ ഭാഗത്തുനിന്ന് വന്നുകൊണ്ടേയിരിക്കും. ആ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ക്ഷമിച്ചുകൊണ്ട് നല്ല നിലയ്ക്ക് അവരോട് കൂടി ജീവിക്കണം. ചുരുക്കി പറഞ്ഞാൽ, ഭാര്യമാര് നിങ്ങൾക്ക് ഇങ്ങോട്ട് നെഗറ്റീവ് സ്ട്രോക്കുകൾ തന്നാലും നിങ്ങൾ അങ്ങോട്ട് പോസിറ്റീവ് സ്ട്രോക്കുകൾ മാത്രമേ നൽകാവൂ എന്നർത്ഥം. ഇങ്ങോട്ട് നല്ലോണം നിന്നാ അങ്ങോട്ട് നല്ലോണം, ഇങ്ങോട്ട് മോശമായ അങ്ങോട്ട് മോശം എന്നല്ല. ഇങ്ങോട്ട് മോശമായി പെരുമാറിയാൽ പോലും അങ്ങോട്ട് നല്ലോണേ പെരുമാറാവും. ആണുങ്ങളോട് പറയാം, നിങ്ങൾ ആണുങ്ങളല്ലേ, തന്റെ ഇടമുള്ള ആളുകളല്ലേ, നല്ല നിലക്ക് പെരുമാറണം. വആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നല്ല നിലയിൽ ഭാര്യമാരോട് പെരുമാറണം. ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി. എന്നിട്ട് അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, വഅസാൻ തക്റഹു ശൈഅൻ വയജഅലല്ലാഹു ഫീ ഖൈറൻ കസീറാ, നിങ്ങൾ വെറുക്കുന്ന ചില കാര്യങ്ങളിൽ അല്ലാഹു തആല വമ്പിച്ച ഖൈർ നിങ്ങൾക്ക് കണക്കാക്കിയിട്ടുണ്ടാകും. നിങ്ങൾക്ക് ചിലപ്പോ ആദ്യം വെറുപ്പായിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ പിന്നീട് അല്ലാഹു തആല വമ്പിച്ച ഖൈർ. ഇപ്പൊ ചിലപ്പോ നിങ്ങൾ വിമാനം കയറാൻ വേണ്ടി എയർപോർട്ടിലേക്ക് ചെന്നു, നിങ്ങളെ എടുക്കുന്നതിന് മുമ്പ് വിമാനം പറന്നുയർന്നു, നിങ്ങൾക്കാകെ ടെൻഷനായി, എയർപോർട്ടിൽ ഒച്ചപ്പാടാക്കി, ബഹളമാക്കി, ചീത്ത പറഞ്ഞു. എന്നെ കയറ്റ, ഞാൻ നേരത്തെ ടിക്കറ്റ് എടുത്തതാണ്, എന്നെ കയറ്റാതെ വിമാനം പോയി എന്നുള്ള പ്രശ്നം. നിങ്ങൾക്ക് ആ സമയത്ത് അത് അങ്ങേയറ്റം വെറുപ്പാകുന്നു, നിങ്ങളെ കയറ്റാത്ത സങ്കടം. ഒരിക്കൽ നിങ്ങൾ വെറുക്ക സംഗതി പിന്നെ ഗുണമാവാം. പിന്നെ കേൾക്കുന്നത് ആ വിമാനം കത്തി വീടുപോയി എന്നാണ്. അപ്പൊ ആദ്യത്തോടെ പോയി, ആദ്യത്തെ ദേശീയോടെ പോയി. അള്ളാഹുലിക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഖുർആൻ പറയുകയാണ്, നിങ്ങളെ ഭാര്യമാരുടെ ഭാഗത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലുമൊക്കെ വന്നേക്കാം. ചിലപ്പോൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നവളാവാം, നിങ്ങളെക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നവളാവാം, അതല്ലെങ്കിൽ മുൻദേശക്കാരിയാവാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുഴപ്പമുണ്ടാവാം. പക്ഷെ നിങ്ങൾ ഓർക്കണം, ഫൈൻ കരിഹ്തുമൂഹുന്ന, നിങ്ങൾ അവരെ വെറുത്താലും ശരി, നിങ്ങൾ അങ്ങോട്ട് നല്ല നിലക്ക് മാത്രമേ പെരുമാറാവൂ. കാരണം നിങ്ങൾ വെറുക്കുന്ന ചില സംഗതികളിൽ നിങ്ങൾ പിടിച്ചു നിന്നാൽ വൈകാത്ത ഭാവിയിൽ വയജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറാ, വമ്പിച്ച ഗുണങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിക്കാനും മതി. അല്ലാഹു പറയാണ്, വമ്പിച്ച ഗുണം അല്ലാഹു ചിലപ്പോൾ നിങ്ങൾക്ക് നിശ്ചയിക്കും. എവിടെങ്കിലും ചില്ലറ പോരായ്മ ഉണ്ടെങ്കിൽ അതിങ്ങനെ പറഞ്ഞു നടക്കും. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു